യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും തിളങ്ങിയിരുന്ന ഈ 25-കാരിയുടെ വീഡിയോകൾ കാണാത്തവർ കുറവാണ്. കാസർഗോഡ് ഭാഷയും ചിരിച്ചുകൊണ്ടുള്ള സംഭാഷണ ശൈലിയും കൊണ്ട് മറ്റുള്ളവരെ ആകർഷിച്ച ഒരു ഇൻഫ്ലുവൻസറിന് ഇത്ര വേഗം മരണത്തിലേക്ക് പോകുവാൻ കഴിയുമോ എന്നാണ് ചിന്നുവിൻ്റെ മരണമറിഞ്ഞ എല്ലാവരും പരസ്പരം ചോദിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം റീലുകളിലെ കുസൃതികളും കാസർഗോഡ് ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സിൽ ഇടം നേടിയ ചിന്നു ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ആർക്കും തന്നെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. വെറും 25-കാരിയായ രേഷ്മ ഈ ചെറുപ്രായത്തിനുള്ളിൽ ഇത്രയും വലിയ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ കുട്ടിയെ വിഷമിപ്പിച്ചിരുന്ന കാരണങ്ങൾ എന്താണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കുകയും ഡിവോഴ്സ് ആവുകയും പിന്നീട് 4 വയസ്സുകാരനായ കുട്ടിയെ അച്ഛനെ ഏൽപ്പിച്ച് കാമുകനോടൊപ്പം താമസിക്കുകയായിരുന്നു. കാസർഗോഡുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു കേരളത്തെ നടുക്കിയ ഈ മരണവാർത്ത പുറത്തു വന്നത്. രാവിലെ ജോലിക്ക് പോയ ആൺ സുഹൃത്ത് പലതവണ ഫോൺ വിളിച്ചെങ്കിലും എടുക്കാതെ ആയപ്പോഴാണ് മറ്റൊരു സുഹൃത്തിനോടൊപ്പം ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന രേഷ്മനെയാണ്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. മരണവാർത്തയെ അറിഞ്ഞ് പരിസരവാസികൾ എത്തിയപ്പോൾ അലമുറയിട്ട് കരയുന്ന സുഹൃത്തിനെയാണ് അവർ കണ്ടത്. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ്, പ്രൊമോഷൻ വീഡിയോകൾ, തിരക്കേറിയ സോഷ്യൽ മീഡിയ ജീവിതം നമ്മെ നിന്ന് നോക്കുന്നവർക്കെല്ലാം രേഷ്മയുടെ സന്തോഷ ജീവിതങ്ങളായിട്ടാണ് തോന്നിയത്. എങ്കിലും അവരുടെ വ്യക്തി ജീവിതം വലിയ വിഷമങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നാണ് ഈ ആത്മഹത്യ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആത്മസമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. രേഷ്മയുടെ സുഹൃത്തിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതിനെ തുടർന്നുള്ള മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് നിഗമനം. ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.